ശ്രീ ഏഞ്ചൽ നായർ. നോക്കൂ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം റാന്നി സ്വദേശിയായ അഭിരാമി 12 വയസ്സുള്ള ഒരു കുഞ്ഞുമകളായിരുന്നു. അവൾക്ക് തെരുവുനായ കടിയേറ്റിട്ടാണ് മരണം സംഭവിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയുൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇതിൽ ഹർജി ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ നായകളെയൊക്കെ കൊന്നു കളയണമെന്നാണ്. അപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചവർക്ക് മാത്രമേ ഈ ദുരിതം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാകൂ. പുറമേ ഇരുന്ന് ചർച്ചകളിലൂടെയോ അല്ലാതെയോ ആരുടെയെങ്കിലും ഇപ്പോൾ ലോബിയിങ് എന്നുൾപ്പെടെയുള്ള ആരോപണം വരെ ഇവിടെ ഉയർന്നു കഴിഞ്ഞു. അവർക്ക് പറയാം, സ്നേഹം കൊണ്ടും ഇതുങ്ങളെ സംരക്ഷിക്കണം എന്നതുകൊണ്ടും പറയുന്നവരുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ വേദന കൂടി മനസ്സിലാക്കേണ്ടേ? അതിലേക്കല്ലേ കോടതി വിരൽ ചൂണ്ടുന്നത്? അതെ, ഈ ദുരിതം അനുഭവിക്കുന്നത് ഈ പട്ടി മാത്രമല്ല ഇവിടെ കടിക്കുന്നുള്ളൂ. ഈ വർഷം കഴിഞ്ഞ 2025 5 കുട്ടികൾ സ്കൂൾ ബസ് ഇടിച്ചിട്ടാണ് മരിച്ചിരുന്നത്. സ്കൂളിൽ പോകുന്ന വഴി സ്കൂൾ ബസ് കയറിയിട്ട് ഓട്ടോറിക്ഷ, ആ സ്കൂളിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് അതിനകത്ത് ഈ ഓട്ടോറിക്ഷയുടെ കേസ് അത് പട്ടിയുടെ മുകളിലേക്ക് ഇട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഈ 5 കുട്ടികളുടെ ജീവന് വിലയില്ലേ? ഈ അഭിരാമി എന്ന കുട്ടിക്ക് വാക്സിനാണ് എടുത്തിരുന്നത്. ഈ വർഷം മരിച്ചിരിക്കുന്നത് 5 ഈ കഴിഞ്ഞ മനസ്സിലായില്ല. ശ്രീ ഏഞ്ചൽ നായർ, താങ്കൾ എന്താണ് പറഞ്ഞത്? വാഹനാപകടങ്ങളെ ഇതിനോട് കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂട്ടിക്കെട്ടിക്കോളൂ. നിങ്ങൾക്ക് ജീവനല്ലേ വലുത്? അത് ജീവനല്ലേ? ആ കുട്ടികളുടെ ജീവൻ എന്താ? ജീവന് വിലയില്ലേ? ഈ ഓരോ ജീവനും വിലയുള്ളതാണ്. പക്ഷേ ശ്രീ ഏഞ്ചൽ നായർ, നോക്കൂ, ഇങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞല്ലോ ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. താങ്കളുടെ ഇനിയുള്ള ജീവിതത്തിൽ ഈ ഓട്ടോറിക്ഷ ഒഴിവാക്കാൻ പറ്റുമോ? ഏതെങ്കിലും മോട്ടോർ വാഹനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ? അപകടം ഉണ്ടാകുമെന്ന് പേടിച്ച് താങ്കൾക്ക് അതിലേതെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അത് മനുഷ്യ സമൂഹത്തിന് സാധ്യമായിട്ടുള്ള കാര്യമാണോ? അത് മനുഷ്യ സമൂഹത്തിന് സാധ്യമായിട്ടുള്ള കാര്യമാണോ? അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കെന്ത് ഛേദം? ഞാൻ മുട്ടാപ്പോക്കല്ല. ഈ 5 ജീവന് വിലയില്ലേ? ഈ 5 ജീവന് വിലയില്ലേ? ഈ ഇതിനകത്ത് പല കുട്ടികളും വാക്സിൻ എടുത്തവരാ. ഈ വാക്സിൻ എന്നുള്ളത് തട്ടിപ്പ. ഇന്ത്യയിൽ ഇപ്പോ വന്നിരിക്കുന്ന വാക്സിൻ വ്യാജ വാക്സിനാണ്. നവംബർ 1, 2023 മുതലുള്ള വാക്സിനുകൾ, അഭിയാഗ് എന്ന് പറയുന്ന വാക്സിനുകൾ, റാബിസ് വാക്സിൻ എന്ന് പറയുന്നത് വ്യാജനാണ് എന്ന് ആസ്ട്രേലിയൻ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അത് കുത്തിവെച്ചവരൊക്കെ മരണപ്പെടുക ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ ചാനൽ ചർച്ച നടത്തിയില്ല? നിങ്ങൾ ഏത് പത്രത്തിലാണ് അത് വന്നിരിക്കുന്നത്? ആസ്ട്രേലിയൻ ഗവൺമെന്റ് അത് നിരോധിക്കുകയല്ല, ആസ്ട്രേലിയൻ പൗരന്മാർക്ക് വാണിംഗ് കൊടുത്തു, ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കരുത്, കാരണം ഇവിടെയുള്ളത് വ്യാജനാണ്. എന്തുകൊണ്ട് വാക്സിൻ ഫെയിലിയർ ഉണ്ടായോ എന്ന ആ ഘട്ടത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഇത് വാക്സിൻ എടുത്തു എങ്കിൽ പോലും ഏതെങ്കിലും ബ്രെയിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, കൈവെള്ളയിൽ, തലയിൽ, മുഖത്ത്, ചെവിയിൽ ഒക്കെ കടിയേൽക്കുകയാണെങ്കിൽ വാക്സിൻ എടുത്താലും ഒരുപക്ഷെ ബലം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അത് ഡോക്ടർമാർ വിശദീകരിച്ചിട്ടുണ്ട്, അധികാരപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. വാക്സിൻ ഫെയിലിയർ അല്ല എന്നത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ അധികാരപ്പെട്ടവരല്ല, കള്ള വാക്സിൻ ഇറക്കിയവരാണ് അതിനെ ന്യായീകരിച്ചത്. അവർക്കറിയാം ഇത് വാക്സിനല്ല, വൈറസാണ് കുത്തിയിരിക്കുന്നത്. ഈ കുട്ടികൾ മരിച്ചു പോകണം എന്നുള്ള ആവശ്യം ഈ കേരള ഗവൺമെന്റിന്റെ അടക്കമായിരുന്നു. എന്തുകൊണ്ട് ഇന്നേ വരെ ഈ വാക്സിനെ കുറിച്ചിട്ട് ആസ്ട്രേലിയൻ ഗവൺമെന്റ് വിളിച്ചു പറയുന്നത്? ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബം കൂടി കാണുന്നുണ്ടാകും ഈ ചർച്ച എന്നത് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ. എന്തെങ്കിലും തെളിവുള്ള, എന്തെങ്കിലും ബോധ്യമുള്ള കാര്യങ്ങളാണോ? മരിച്ചിരിക്കുന്നത് ആ കുട്ടികളെ കൊന്നു. ഈ പട്ടി കടിക്കുകയല്ല ചെയ്തത്. വാക്സിൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ ചെലവാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടി കടിക്കണം, പട്ടികൾക്ക് എതിരെ, തെരുവു നായകൾക്കെതിരെ മനുഷ്യനെ തിരിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഈ വാക്സിൻ കമ്പനികൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോസ്റ്റൈലാക്കുക, ഈ തെരുവു നായകളെ ഹോസ്റ്റൈലാക്കുക, അവർക്കെതിരെ ജനങ്ങളുടെ മനോവികാരം എത്തിക്കുക. അത് പിന്നെ പിള്ളേര് കല്ലെടുത്ത് എറിഞ്ഞോളും, അത് വന്ന് കടിച്ചോളും. നിങ്ങളിപ്പോ കുറെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല. മാങ്കൊമ്പിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാള് ഓട്ടോറിക്ഷ, തെരുവുനായ വട്ടം ചാടി ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ തെരുവുനായ ഒരു കടത്തിനിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന തെരുവുനായെ മറ്റൊരാൾ വന്ന് ഓടിക്കുക ചെയ്ത്. അതാണ് ജീവനും കൊണ്ട് ഓടി ഒരു ഓട്ടോറിക്ഷയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന വീഡിയോയുടെ ഈ അവസാനം ഭാഗം മാത്രം പോരാ. അത് ഈ തെരുവുനായ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന
നായ്കളാ. എന്തുകൊണ്ട് ഈ പെറ്റ് ഷോപ്പും ഈ ബ്രീഡേഴ്സിനെ നിരോധിക്കാൻ ഈ കോടതി ഇതേവരെ പറഞ്ഞിട്ടില്ല? ഈ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? വേണം, അവിടെ തെരുവ് നായകൾ കൂടണം, ബ്രീഡേഴ്സ് വേണം. അതിനെ ഈ ബ്രീഡേഴ്സ് പട്ടികളെ അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടാകാം. അത് കർശനമായും തടയണം. ചിപ്പ് ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്താനും അതിന് നിയന്ത്രണം വരുത്താനും ഒക്കെയുള്ള നടപടികളുണ്ട്. പക്ഷെ അത് ഫലവത്തല്ല. പലയിടങ്ങളിലും ചിപ്പ് ലഭ്യമല്ല. ഞാൻ ഒരു വളർത്തുനായെ വളർത്തുന്നുണ്ട്. വളർത്തുനായ്ക്കളെ അല്ലെങ്കിൽ ബ്രീഡിംഗ് പെറ്റ് ഷോപ്പുകൾ നിരോധിച്ചുകൊണ്ട് പറ്റുമോ? മനുഷ്യന് പല വിധത്തിൽ ആശ്വാസമാകുന്ന, സ്നേഹം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ജീവികളാണല്ലോ ഈ നായ്ക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ വീടുകളിൽ അരുമയായി ആ നായ്ക്കൾ വളരുന്നുണ്ട്. അവയെക്കുറിച്ചല്ലല്ലോ നമ്മുടെ ചർച്ച. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള നായ്ക്കൾ മനുഷ്യന് ജീവന് ഭീഷണി വരുത്തുന്ന നായ്ക്കളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പെറ്റ് ഷോപ്പ്, ബ്രീഡിങ് അതൊക്കെ നിർത്തിയാൽ ഇതിന് പരിഹാരമാകുമോ? തെരുവിലുള്ള നായ്ക്കൾ ഇല്ലാണ്ടാകുമോ? അല്ലെങ്കിൽ ആക്രമണം കുറയുമോ? ആളുകളെ ആക്രമിക്കാതിരിക്കുമോ? എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.